അല്ല ഗൈസ്, ഞാനിവിടെ ഇന്ന് ബോറടിച്ചിരിക്കുക. 11:02 എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന്. ഇന്ന് ഞങ്ങൾ സർപ്പത്തിൽ പോയായിരുന്നു. ചുണ്ടൊക്കെ എൻ്റെ പൊട്ടിയായിരുന്നു കസേരയിടിച്ച്. ഓക്കെ, എനിക്ക് മറ്റേ സാധനം വെൽക്കം ടു മൈ ചാനൽ കാശി വ്ളോഗില്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ ചേച്ചിക്ക് എല്ലാം അറിയാം. ചാനലിൻ്റെ സെറ്റിങ്സൊക്കെ ചേച്ചിയുടെ ഇല്ലേ ഒരു കൂട്ടുകാരി ഉണ്ട്, മുത്തെന്ന പേര്. മുത്സ് ബ്ലോഗ് ഉണ്ട്. മുത്സ് ബ്ലോഗെന്ന് സെർച്ച് ചെയ്താൽ കുറേ പോകുമ്പോൾ ഒരു പെണ്ണ് ഇതുപോലെ വയ്ക്കും. ഇതുപോലെ വെക്കണ ഒരു ഫോട്ടോ ഉണ്ട്. ആ വീഡിയോ ഞെക്കിയാൽ നിങ്ങൾക്കില്ലേ മറ്റൊരു സാധനം ഇല്ലേ, ആദ്യം ഞെക്കണം, പിന്നെ ചാനൽ കിട്ടും. അല്ല വിറ്റത് ഇപ്പം 13:03 ഞാനൊന്ന് ഉറക്കമൊന്നും വന്നില്ല. അപ്പം നമുക്കൊന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാം. ഞാനൊന്ന് AC ഇട്ടിട്ട് വരാം. ഒരൊച്ച കേട്ടില്ല, മേടിച്ചാ അതൊരു AC-യുടെ, നമ്മളെ AC-യുടെയാ. ഇപ്പോൾ ഓണായി. സാംസങ് വാട്സിൻ്റെയാ, വാട്സ്, അതെനിക്ക് പറയാനറിയില്ല കമ്പനി. ഗൈസ്, ഇന്ന് നമുക്ക് എന്തിൻ്റെ പറയണം? ഞാൻ ബോറടിച്ചിരിക്കുക. അപ്പം ഗൈസ്, ഇന്ന് നമുക്കില്ലേ എന്തെങ്കിലും ചെയ്താൽ പോരെ. അപ്പോൾ ഗൈസ്, എനിക്ക് വീഡിയോ കിട്ടി. നോക്കി ഇന്ന് നമുക്ക് ചെയ്യണേ. എനിക്ക് വീഡിയോ കിട്ടില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകണോ അതോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം? ആദ്യം നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കാം, പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനില്ലേ എന്നെയും സാസ്രയും ചേച്ചിയുടെ കഥ പറയാൻ പോയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എങ്ങനെയായെന്ന് നോക്കാം. 2005 ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടായത്. 2005 ഈ വീഡിയോ ഉണ്ടാക്കി. എന്നിട്ട് 2014-15 എൻ്റെ അമ്മയും അച്ഛനും കല്യാണം കഴിച്ച്. എന്നിട്ട് 2017 ഞാൻ പ്രസവിച്ച് മെയ് 10. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മെയ് 10 ഞാൻ വീഡിയോസൊക്കെ ഇടും, എൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ട് നമുക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുറേ 2ാം ക്ലാസ്സിന് എനിക്കൊരാഗ്രഹം, എനിക്കൊരു അനിയത്തി വേണമെന്ന്. അപ്പോൾ അമ്മ സമ്മതിച്ച്. അമ്മ കുറേ നോക്കിയിട്ട് വന്നില്ല. അവസാനം ഞങ്ങൾ 2 മാസം ദുബായി പോയി. 2 മാസം. അതിൽ ഒരു ദിവസം സഹസ്ര അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. 1ാം മാസം, 2ാം മാസം, 3ാം മാസം, 4ാം മാസം, ഇതുപോലെ മാസങ്ങൾ കഴിഞ്ഞിട്ട് അവൾ പ്രസവിച്ച്. ഒരു മിനിറ്റ്, അതിൻ്റെ തൊട്ട് മുമ്പേ ചേച്ചി ഇങ്ങോട്ട് വന്നായിരുന്നു. എൻ്റെ അപ്പ കുവൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച വിസിറ്റ് ചെയ്യാം, ഇവിടെ നിൽക്കും, പിന്നെ നേരെ കുവൈറ്റിൽ പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പ്രസവിച്ചു. അപ്പം ഞാൻ പോസ്റ്റിൽ ഇട്ടിട്ടില്ല, എൻ്റെ 2nd പോസ്റ്റ്, അതിൽ നിങ്ങൾ പോയി നോക്ക്. അതിലാണ് ഞാൻ ആദ്യമായി സഹസ്രയെ കണ്ടത്. പിന്നെ കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ എന്ത് അറിയോ? അല്ല ഗൈസ്, ഞാനിപ്പോൾ എന്ത് പറയും? ഞാനിവിടെ ബോറടിച്ചുകൊണ്ടിരിക്കുക. ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത പേർക്ക് നന്ദിയുണ്ട് ഗൈസ്. പക്ഷേ കുറേ പേരുണ്ട് ഗൈസ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ചാനലിൻ്റെ പേര് നോബി കിങ് എന്നാണ്. അവൻ്റെ ഹാൻഡിൽ ഇട്ടിരിക്കണ ഇറ്റ്സ് മീ ആദി 123 TV ആണ്.
ടി വി ഇല്ല. എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യണം ഗൈസ്. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല ഗൈസ്. അതെന്തിനാ ഗൈസ്? ഗൈസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഗൈസ്. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഒന്നും പറ്റില്ലല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. ഓക്കെ, നേരെ ഇനി എനിക്ക് വിറ്റ് പറയാം. എൻ്റെ വീഡിയോസിൽ ഞാനൊരു കീപ്പ് ഇറ്റ് ഗോയിങ് എന്ന് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഒരു സങ്കടം കണ്ണീരൊക്കെ വരണ ഒരുത്തനും പിന്നെ അതിൽ ആ മറുപടി കീപ്പ് ഇറ്റ് ഗോയിങ് എൻ്റെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്ത്. അപ്പോൾ ഏതോ ഒരുത്തൻ രണ്ടു വട്ട ഒരു ഇമോജി ഇട്ട് കരയണത്. പിന്നെ പിന്നെ ഒരു ചിഹ്നം ഇല്ലേ, മറ്റേ ക്വസ്റ്റ്യൻസിൻ്റെ ചിഹ്നം. കീപ്പ് ഇറ്റ് ഗോയിങ് എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി ഗൈസ്, അല്ലെങ്കിൽ കുറേ തപ്പ് പോയി. അത്രയ്ക്ക് വിറ്റ ഗൈസ്. പിന്നെ വേറൊരുത്തൻ ഒരു ഹായ് കാണിക്കണ ആദ്യമത്തെ, പിന്നെ നടുക്ക് ഒരു അസ്ഥി കൊടുത്തിൻ്റെ ഇമോജി, പിന്നെ നേരെ അത് കഴിയുമ്പോൾ ഒരു ഹായിൻ്റെ ചിഹ്നം. അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിർത്തണം. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അവനെ തോപ്പിക്കാനില്ല. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ ഗൈസ്.